പല നിലകളിലും നമ്മുടെ സമൂഹത്തിൽ അദ്ദേഹത്തെ പോലുള്ളവർ സ്വയം പ്രഭ ചെയ്യുന്ന നക്ഷത്രങ്ങളായിട്ടാണ് നാം കാണേണ്ടത്. അങ്ങനെയാണ് ഞാനും കാണുന്നത്. നിലപാടുകളും സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് വലിയ ആദരവുണ്ട്. വൈദ്യരെന്ന നിലയ്ക്ക് വളരെ പ്രഗത്ഭനായ ഒരാളായിരുന്നു. ഒരു ചെറുപ്പക്കാരനെ പോലെ എല്ലാവരോടും കുശലാശം പറഞ്ഞ് സംസാരിച്ച് ചിരിച്ചു. കുടുംബത്തിലെ ഏറെ പ്രിയപ്പെട്ട ഇളയച്ചൻ, സകലരും ആദരിക്കുന്ന, സമാദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കമലാക്ഷൻ. ഈ തേവരയുടെ ശബ്ദമായും വെളിച്ചമായും അതുപോലെ വഴികാട്ടിയായും പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം. വൈദ്യരും ഞാനുമായിട്ടുള്ള പഴയകാല പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടുപോകുന്നു. വൈദ്യനാണ് വാസ്തവത്തിൽ ഞങ്ങൾക്കൊക്കെ അന്ന് വളരെ ഇഷ്ടപ്പെട്ടത്. വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് ഞങ്ങളോടെല്ലാം പെരുമാറാറുള്ളത്. ഒരു ഋഷിയെ പോലെ സാത്വികനായ ഒരു കുഞ്ഞു മനുഷ്യൻ, നീലക്കാർ വർണ്ണൻ. ഞാൻ കണ്ട ഈ കുഞ്ഞു മനുഷ്യനിൽ നിറച്ചും മനുഷ്യത്വമാണ് പിന്നീട് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. കൃത്യനിഷ്ഠയും ജീവിതത്തിൻ്റെ ശൈലിയും എല്ലാം നോക്കി നല്ലൊരു പ്രിൻസിപ്പളോടുകൂടി ഒരു നാരായണീയ ഭക്തി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മാത്രം മതി. എന്നും പ്രസന്നവതനായിട്ട് എന്നും വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ച് കാണുന്ന ആ ഒരു മുഖം ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷവും വലിയ മാറ്റമില്ലാതെ കാണാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ കൂടിയുണ്ടായിരുന്നു. കാലം ഇതുപോലുള്ള മഹാപുരുഷന്മാരുടെ മുന്നിൽ തൊഴുത് നിൽക്കുന്നു. വൈദ്യരുടെ മുമ്പിലും കാലം തൊഴുത് നിൽക്കുകയാണ്. ഈ 100ാമത്തെ വയസ്സിൽ ഈശ്വരൻ അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആദരണീയനായ വ്യക്തിയാണ് പ്രിയപ്പെട്ട കമലാക്ഷൻ. അദ്ദേഹം ഒരു തത്വജ്ഞാനി എന്ന് പറയട്ടെ. പവർഫുൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതിനോടൊപ്പം തന്നെ ഒരു അൺകണ്ടീഷണൽ ഹെൽപ്പിംഗ് നേച്ചറും കൂടിയുള്ള ഒരു വ്യക്തിയാണ് ശ്രീ കമലാക്ഷൻ. ഇനിയും ഇതേപോലെ ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ഹാപ്പി ബർത്ത്ഡേ